ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു 19 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പോകുന്നത് വാഗമണിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ആഫ്റ്റർ കോവിഡ് നമ്മൾ ഒരു പ്രാവശ്യം ട്രിപ്പ് പോയായിരുന്നു. അതിനുശേഷം നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് വാഗമണിൽ പോയിട്ട് എന്തെങ്കിലും സൈറ്റ് സീയിങ് എന്തെങ്കിലും കണ്ടതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മളൊരു 1 മണിയാകുമ്പോഴത്തേക്കും റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് റിസോർട്ടിലായിരിക്കും എൻജോയ് ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നാളെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം. അപ്പോൾ ഒറ്റ വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്കത് 2 വ്ളോഗായിട്ട് കാണാം. എനിവേ, ഞാൻ ആദ്യം പോയി രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ. രാവിലത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് രാവിലെ ചോറ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഇറങ്ങുള്ളൂ. അപ്പോൾ ചെറിയൊരു അയില വറുത്തതുണ്ട്, പിന്നെ ചെമ്മീൻ വറുത്തതുണ്ട്, പിന്നെ ചെമ്മീൻ കറിയുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചോറ്, ഇച്ചിരി അയില വറുത്തത്, ചെമ്മീനും, രാവിലെ 8 മണി. ഹേയ്, കിടിലൻ ഔട്ട്ഫിറ്റാണല്ലോ. മുണ്ടാണല്ലോ, മുണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ടൈനി ക്ലബ്ബ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച അംഗനവാടിയൊക്കെ എവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 19 പേരല്ല 17 പേരുടെ ഒരു ട്രാവലർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രാവലർ വന്നിട്ടില്ല ഈ ടൈം വരെ. ട്രാവലറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും. ഗൈസ്, നമുക്കപ്പോൾ പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വാഗമണിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുള്ളതാണ്. എന്നാലും അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രീഫാണ് വരുന്നത്. അതായത് ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്റ്റിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വാഗമൺ എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് വാഗമണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക്കൽ ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3600 അടി ഉയരത്തിലാണ് വാഗമൺ. പൊതുവെ വളരെ തണുത്ത കാലാവസ്ഥയാണ്. എപ്പോഴും എപ്പോൾ പോയി കഴിഞ്ഞാലും നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് വാഗമണിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ പൈൻ മരക്കാട്, അതായത് പൈൻ ഫോറസ്റ്റുമാണ് അവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തങ്ങൾപ്പാറ പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കുരിശുമല എന്ന് പറയുന്ന ഒരു തീർത്ഥാടക പ്രാധാന്യമുള്ളൊരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ മലയാറ്റൂർ, എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നമ്മൾ കുരിശുമുടിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തീർത്ഥാടക പ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരു പള്ളിയൊക്കെ ഉണ്ട് മേളിൽ. നല്ല രസമാണ് പോകാൻ വേണ്ടി. പ്രായമായവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം കയറാനായിട്ട്. പക്ഷേ ബാക്കിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വൈബ് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ മുളന്തുരുത്തി റെയിൽവേ ക്രോസിൻ്റെ അവിടെ കിടക്കണേ. ഏകദേശം 8:45 ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം 9:45 ആയപ്പോൾ ഇറങ്ങി. 2 മണിക്കൂറായി ഞങ്ങളിപ്പോൾ പോകുന്നിട്ട്. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ശോകം. ഈ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് തിരുപ്പതി, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം പോകുന്ന വണ്ടിയാണ്.
ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഗമണിലേക്ക് പോകാം. അപ്പോൾ കോട്ടയം ഭാഗത്തേക്ക് അല്ലെങ്കിൽ കോട്ടയം ടച്ച് ചെയ്ത് വരുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു വഴി യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഒരു പാലമാണ്, ആ റൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാലമാണ്. ഗായ്സ് ദേ നല്ല വെയിലാണ്, കട്ട വെയിലെന്ന് പറഞ്ഞാൽ കട്ട വെയിലാണ്. പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ ഭയങ്കര ഒരു വ്യൂ എന്ന് പറയുന്നത് വാഗമൺ എത്തണതിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയൊരു വ്യൂ ആണിത്, വ്യൂ പോയിന്റ്. ഇവിടെ ചെറിയൊരു നമ്മുടെ കൊല്ലത്തുള്ള ജഡായി നിൽക്കുന്ന പോലുള്ളൊരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്. നമുക്കത് എടുക്കാൻ പറ്റുമോ നോക്കാം. നല്ല തിരക്കാണ് ഗൈസ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച വന്നിട്ടുള്ള നിറച്ച് വണ്ടികളാണ് ഇവിടെ. ഗൈസ് കട്ട വെയിലെന്ന് പറഞ്ഞാൽ കട്ട വെയിലാണ്. പക്ഷെ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എറണാകുളത്തും പാലക്കാടും എന്നുള്ള പോലെ അത്ര വലിയ ചൂടൂടെ ഫീൽ ചെയ്യുന്നത് നടക്കണാണ്. നിങ്ങൾക്ക് ആ ഒരു ശില്പം കാണിച്ചു തരാൻ വേണ്ടി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ശില്പം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല വെയിലായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. 2016 വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും വാഗമൺ വരുന്നത്. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് അതിൻ്റെ ഒരു ശില്പം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടില്ല, കാരണം അത്രത്തോളം കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ചൂടല്ലേ, ഇപ്പോൾ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുലുക്കി സർബത്തിൻ്റെ കടയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിച്ചു തരാം ജസ്റ്റ്. അതെ ഗൈസ്, ഇതാണ് ആ വ്യൂ. ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വാഗമൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വ്യൂ ആണിത്. വാഗമൺ എത്തണം, അതിന് തൊട്ട് മുമ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വ്യൂ കണ്ടിട്ടേ പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇത്ര ചൂടായതുകൊണ്ട് ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്യാരറ്റ്, അതിൻ്റെ ഇടയ്ക്ക് മാങ്ങ എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വാഗമൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ നമുക്ക് നെല്ലിക്കയും കൂടി വേണം ഗൈസ്. ഞാൻ മിക്സാണ് പറഞ്ഞത്, അപ്പോൾ എല്ലാത്തിൻ്റെ മിക്സായിട്ട് നമുക്ക് തരും. പിന്നെ ജിയോയ്ക്കാണ് ഇവിടെ മെയിനായിട്ട് റേഞ്ച് ഉള്ളത്. അപ്പോൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ പൈസ സെൻഡ് ചെയ്യുന്നവരൊന്ന് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജിയോ ഉള്ളവർക്ക് ആർക്കൂടെ മെയിൻ, അല്ലെങ്കിൽ ക്യാഷായിട്ട് നിങ്ങൾ വന്നാൽ മതി. ക്യാഷായിട്ടാണെങ്കിൽ ഇവരെടുക്കും, കുഴപ്പമൊന്നുമില്ല. കുലുക്കി സർബത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കോട്ടയം ബ്രദേഴ്സ് കുലുക്കി സർബത്ത് എന്നാണ് ഈ കടയുടെ പേര്. താങ്ക്സ് ബ്രോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്നൊരു ക്യാരറ്റ് എടുത്ത് തിന്നാൻ വേണ്ടിയുള്ള പരിപാടിയാണ്ടാ. നോക്കട്ടെ. നല്ല ഉപ്പിലിട്ട കലക്കൻ ക്യാരറ്റ്, അത് ഈ ചൂടത്ത്, അത് ഈ വ്യൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്താണ്. അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ക്യാരറ്റ് മാത്രമല്ല, നെല്ലിക്ക ഉണ്ട്, മാങ്ങയുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ആ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. ഇവിടെ 3-4 കടകളുണ്ട്. ആ കടകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കടകളിൽ നിന്ന് മേടിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. രാത്രിയാണ് വേണ്ടെങ്കിൽ ഞാൻ അത്ര എൻകറേജ് ചെയ്യില്ല, കാരണം ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് നിങ്ങൾക്ക് ചായ, കാപ്പി, ഓംപ്ലേറ്റ്, ന്യൂഡിൽസ്, ബ്രെഡ് ഓംപ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. നമ്മൾ 2016 വരുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്നൊരു ഏകദേശം ഒരു 350-400 രൂപ ബ്രെഡ് ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം മാക്സിമം കഴിക്കാൻ വേണ്ടി. നല്ല ഫുഡാണ് നമ്മൾ കഴിച്ചാൽ, വേറെ വയറിന് സിക്നെസ് ഒന്നുമില്ല. ഈ ചൂടത്തി നെല്ലിക്ക കഴിക്കാനായിട്ട് എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് ടൗൺ, മെയിൻ ടൗൺ. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈലാസ് ഹോട്ടലിൽ കയറാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, മുട്ടൻ തിരക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ തിരക്കാണ് ഈ ഹോട്ടലിൽ. നമ്മളെല്ലാവരും 17 പേര് നമ്മൾ പോസ്റ്റാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഈ തിരക്ക് കാണിച്ചു തരാം. പോലും വെക്കുന്നില്ല, അത്ര തിരക്കാണ് ഇവിടെ. മേ ബി നല്ല ഫുഡ് ആയതുകൊണ്ടായിരിക്കാം. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എന്തായാലും പറയാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചോറും പപ്പടവും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാമ്പാറോടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫിഷ് കറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഫിഷ് കറി ഇല്ലാത്ത കഴിച്ചു.
നല്ല ചൂടാണ്, നല്ല ചൂടാണ്. കഴിച്ചിട്ടാണോ ഗായ്സ്? അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ആ റിസോർട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ റിസോർട്ട്. അടിപൊളിയല്ലേ, നല്ല വൈബ് സ്ഥലം. നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ കാണാനായിട്ട്. അടിപൊളിയല്ലേ ഗായ്സ്? അപ്പോൾ നമ്മൾ ജസ്റ്റ് റൂംസ് ഒന്ന് കാണിച്ചു തരാം. താഴത്തെ 2 റൂമും മേളിൽ 2 റൂമാണ്. കയറി വരുമ്പോൾ ഒരു ദിവാങ്കോട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ചില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു റൂം എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് റൂമാണ്. 2 ടവൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു സോപ്പും നമ്മുടെ പല്ലേക്കാനായിട്ടുള്ള പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബാത്റൂം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാവ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. സോപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഷവർ ജെല്ലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. കൊമോഡാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. രണ്ടാമത്തെ റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഗൈസ് രണ്ടാമത്തെ റൂം. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട് ഗൈസ് ഇവിടെ. എവിടെയും ഇതേപോലെ ഒരു ടവലും വെള്ളം കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ലൊരു മിററും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു മിററുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. എന്തിനാണെന്നല്ലേ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എന്തിനാണെന്നല്ലേ ഞാൻ എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഗൈസ് അതിൻ്റെ കാര്യം. ഒരു പൂളുണ്ട് ഗൈസ് ഇവിടെ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇത്രയും പേര് ഇവിടെ അടിപൊളിയായിട്ട് വിളിക്കും. നോക്ക് ഗൈസ്, അടിപൊളിയല്ലേ? ഈ വ്യൂവും കണ്ട് ഇങ്ങനെ പാട്ട് ആസ്വദിച്ച് ഇങ്ങനെ നീന്തി കുളിക്കാവുന്നു. വാഗമണ്ണിൽ നിന്ന് തൊടുപുഴക്ക് പോകുന്ന KSRTCയുടെ വണ്ടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹായ് ഗൈസ്, ഇന്നലെ രാത്രിയായപ്പോഴത്തേക്കും എനിക്ക് ആകെ ഷോക്കായി പോയി. പനി അടിച്ചിട്ട് ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഏകദേശം 11:30 മണിയായി. അതുകൊണ്ടാണ് ഇന്നലെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതില്ലേ ഭയങ്കര മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലറൊക്കെ വരുവാണെങ്കിൽ 2 ട്രാവലർ 3 ട്രാവലർ വരെ നിങ്ങൾക്ക് ഇടാനായിട്ട് ഉള്ള സ്പേസ്. ഓക്കെ, അതേപോലെ തന്നെ വാഗമൺ തൊടുപുഴ റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് വരുന്നത്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ആ കോൺടാക്റ്റ് ചെയ്യണതിൻ്റെ ആളുടെ നമ്പർ ഞാൻ ഇതിനകത്തിട്ടേക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ ഇറങ്ങുകയാണ്. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുക്കുന്നില്ല, കാരണം തീരെ വയ്യ എനിക്ക്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു, ഒന്ന് ഫ്രഷായി. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലുള്ള കുറ്റങ്ങളും കാര്യങ്ങളും അതിനകത്ത് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ മാക്സിമം ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ ബൈ.